ശ്യാമള ലോട്ടസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്തിയിരുന്നത് ഫെൻലോസിസ് എന്ന ഓർക്കിഡ് ഇനത്തിൽപ്പെട്ട ഒരു ഓർക്കിഡിൻ്റെ റിപ്പോർട്ടിംഗ് ആണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതിനുവേണ്ടി ഞാനൊരു പഴയ എൻ്റെ ഒരു റിപ്പോർട്ട് ചെയ്യാനുള്ള ഫെൻലോസിസ് ചട്ടിയിൽ നിന്ന് വേർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാം. ഇത് ഈ കളർ വെള്ളം കഞ്ഞെള്ളമൊന്നല്ല കേട്ടോ, നിങ്ങൾ വിചാരിക്കണ പോലെ കഞ്ഞെള്ളമൊന്നല്ല. ഇത് നമ്മളെ ഫംഗിസൈഡ് എന്നിട്ട് സാഫ് എന്നിട്ട് ഫംഗിസൈഡ്. അതിൽ നമ്മൾ ഈ പ്ലാന്റ് നമ്മൾ മുക്കി വയ്ക്കും. അത് മുക്കി വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം നമ്മൾ ഈ പ്ലാന്റ് അതിൽ തന്നെ വയ്ക്കും. അതിനുശേഷം ഞാനൊരു ബഡുള്ള ടൈപ്പ് പ്ലാന്റും കൂടി ഞാൻ ഇതിൽ മുക്കി വയ്ക്കുന്നുണ്ട്. അപ്പോൾ 2 ടൈപ്പ് കാണിക്കാനുള്ള വീഡിയോ ലെങ്തായി പോകേണ്ടവരെ ഞാൻ ആകെ ഒരെണ്ണം റിപ്പോർട്ട് ചെയ്യണ മാത്രം കാണിക്കുന്നുള്ളൂ. അപ്പോൾ നമുക്ക് റിപ്പോർട്ട് ചെയ്യണ വീഡിയോ നമുക്ക് കാണാം. ഈ ഫെൻലോസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു പ്രാവശ്യം പൂ വിരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 6 മാസം ആ പൂ അങ്ങനെ തന്നെ ഒരു കുഴപ്പമില്ലാണ്ട് വാടാണ്ട് നിൽക്കും. അതിന് ശേഷം നമ്മൾ ഈ ബക്കറ്റിലേക്ക്, ഇപ്പം ഞാൻ ബക്കറ്റിനാണ് എടുത്തേക്കണത്, അതിലാണ് സാഫ് കലക്കി വെച്ചേക്കണത്. അപ്പോൾ അതിലേക്ക് ഇതിലിടാനുള്ള മീഡിയം കരിയാണ് എടുത്തേക്കണത്. കരിയുണ്ട്, പിന്നെ ഓടിൻ്റെ പീസുകളുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടി നമ്മളതിൽ നന്നായിട്ട് കഴുകിയെടുക്കണം. അത് കഴുകിയെടുത്തതിന് ശേഷം നമ്മളത് ഈ ചട്ടിയിലേക്ക് ആദ്യം കുറച്ച് ഈ ഓടിൻ്റെ പീസുകൾ ഇട്ട് കൊടുക്കണം. അതിന് ശേഷം നമ്മൾ അതിൻ്റെ മുകളിൽ കരിയിടും. അതിന് ശേഷം നമ്മൾ ആ പ്ലാന്റ് പതുക്കെ അതിലേക്ക് ഇറക്കി വയ്ക്കും, ചട്ടിയിലേക്ക് ഇറക്കി വയ്ക്കും. അത് കഴിഞ്ഞിട്ട് ആ ബാലൻസ് വരുന്ന ഭാഗത്ത് നമ്മൾ ഈ ബാലൻസ് കരിയും കൂടി ഇട്ട് കൊടുക്കും. അത് ഭയങ്കര കുത്തി നിറച്ചൊന്നും ഇടണ്ട. നമ്മൾ പതുക്കെ കുറച്ച് പ്ലാന്റ് അധികം മേനങ്ങാണ്ടിരിക്കാൻ വേണ്ടി മാത്രം, ഒന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടി മാത്രം നമ്മൾ ഇട്ട് കൊടുത്താൽ. പിന്നെ ഞാൻ ഈ നമ്മുടെ മോസ് എന്ന് പറഞ്ഞിട്ടൊരു ടൈപ്പ് പായലുണ്ട്. അത് ഞാൻ ഈ പ്ലാന്റിൻ്റെ ചുറ്റും വെച്ച് കൊടുക്കണം. വെച്ചാൽ ഒരു ഈർപ്പം കിട്ടാൻ വേണ്ടി. വെച്ചാൽ നമ്മൾ മാറ്റി നട്ടിട്ടുള്ളല്ലോ, അപ്പോൾ അതിന് വെള്ളമൊന്നും പെട്ടെന്ന് വലിച്ചെടുക്കാനുള്ള കഴിവുണ്ടാവില്ല. അപ്പോൾ ഒരു തണവ് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ മോസ് ചുറ്റും വെച്ചിട്ടാണ് കരി വെച്ച് ഫില്ല് ചെയ്യണത്. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് വെച്ചാൽ ഈ ഓർക്കിഡ് വിഭാഗത്തിൽ ഒരുപാട് വെറൈറ്റികളുണ്ട്. അതെല്ലാനും ഇപ്പോൾ ഡെൻഡ്രോബിയ ആണെങ്കിൽ ഒരു 2.5 മാസം 3 മാസം അടുത്ത് എന്തായാലും ഫ്ലവർ ലാസ്റ്റ് ചെയ്ത് നിൽക്കണതാണ്. പിന്നെ അതേപോലെ തന്നെ തുളുമിനായിട്ടൊരു വെറൈറ്റി ഉണ്ട്, അതും 1 മാസം 2 മാസം ഒക്കെ നിൽക്കണതാണ്. ഈ ഫെൻലോസിസ് എന്ന് പറഞ്ഞ വെറൈറ്റി എന്ന് വെച്ചാൽ ഒരു 5-6 മാസം എന്തായാലും നമുക്ക് ആ പൂക്കൾ കാണാം. എനിക്ക് താമരയുടെ കൂട്ട് തന്നെ ഭയങ്കര ഒരു ഇഷ്ടമുള്ള ഒരു പ്ലാന്റാണ് ഈ ഓർക്കിഡ്. ഞാൻ ആദ്യം തുടങ്ങിയതും ഓർക്കിഡിൻ്റെ വളർത്തലായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഈ താമരയിലേക്ക് വന്നത്. താമര എനിക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ. വെച്ചാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് ഓരോരുത്തരെ ടേസ്റ്റ് അങ്ങനെയുള്ള. എന്നിട്ട് പിന്നെന്തെന്ന് പറയുക, പിന്നെ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണമെന്ന്. പിന്നെന്തെന്നാ പറയാനുള്ളത്, പിന്നെ ഒരുപാട് താങ്ക്സ് ഉണ്ട്. എനിക്ക് ആദ്യം എൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഒന്നും അധികം ആൾക്കാരൊന്നും കണ്ടിരുന്നില്ല. ഇപ്പോൾ കുറേ പുതിയ കൂട്ടുകാർ വന്നിട്ട് വീഡിയോസ് കണ്ടതിൽ എനിക്ക് അതിലേറെ സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് സപ്പോർട്ട് ചെയ്ത് എൻ്റെ ചാനൽ ലൈക്ക് അടിച്ച് കമൻ്റ് അടിച്ച് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. എപ്പോഴും നമ്മൾ താമരയുടെ വീഡിയോ അല്ലേ എപ്പോഴും ഇടാറ്. അതിലൊരു ചേഞ്ച് ആയിട്ട് ഇരുന്നോട്ടെ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഓർക്കിഡിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞത്. ഇത്രയും നേരം കണ്ട് എൻ്റെ വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ബൈ.